തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന സമ്മേളനം ജനുവരി 22, 23, 24 തീയതികളിൽ വൈപ്പിനിൽ വെച്ച് നടക്കുകയാണ്. സമ്മേളനവുമായി ബന്ധപ്പെട്ട സമ്മേളന വിജയത്തിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പ്രോഗ്രാം നോട്ടീസ് ഞങ്ങളതോടൊപ്പം ചേർത്തിട്ടുണ്ട്. അതിനകത്ത് വിശദാംശങ്ങളുണ്ട്. പ്രധാനമായും കേരളത്തിൻ്റെ തീരത്ത് ഇതുവരെ നടപ്പിലാക്കാത്ത അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നതിനാരും മുതിരാതിരുന്ന കടൽമണൽ ഖനന പദ്ധതി അതിനിപ്പോൾ ഏതാണ്ടൊരു അന്തിമ രൂപം കേന്ദ്ര ഗവൺമെൻറ് നൽകിയിരിക്കുകയാണ്. ഗുജറാത്തിൽ സംഘടിപ്പിച്ച മാതൃകയിൽ തന്നെ എറണാകുളത്ത് സ്വകാര്യ ഹോട്ടലിൽ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേരുകയുണ്ടായി. റോഡ് ഷോ സംഘടിപ്പിക്കുകയുണ്ടായി. മത്സ്യത്തൊഴിലാളി സംഘടനകൾ അതിശക്തമായ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുകയുണ്ടായി. ആ പദ്ധതിക്കെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് സമ്മേളനം രൂപം നൽകുകയാണ്. കോവിഡിൻ്റെ നാളുകളിൽ പൊതുവായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കഴിയാതിരുന്ന 4 പേര് ഒന്നിച്ചു ചേരാൻ കഴിയാതിരുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള വകുപ്പുകളിലാണ് ബ്ലൂ എക്കോണമി നയരേഖ ആദ്യം പ്രഖ്യാപിക്കുന്നത്. ആ നയരേഖ അതുമാത്രമല്ല, ഏത് നയരേഖകൾ പുതുതായി കേന്ദ്ര ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചാലും 90 ദിവസം അതിനെതിരെയുള്ള പരാതികൾ കൊടുക്കുന്നതിന് സാവകാശം ഉണ്ടാകും. പ്രാദേശിക ഭാഷകളിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊന്നും ഉണ്ടായില്ല. 10 ദിവസത്തിനുള്ളിൽ മത്സ്യത്തൊഴിലാളി സംഘടനകൾ നിർദ്ദേശം കൊടുക്കണം എന്നാണ് കോവിഡിൻ്റെ ആ ഘട്ടത്തിൽ പറഞ്ഞത്. എന്നിട്ട് ഞങ്ങളത് സമർപ്പിക്കുകയുണ്ടായി. ശാസ്ത്ര ലോകവുമായി ചർച്ച ചെയ്തപ്പോൾ തന്നെ ആ രേഖ മുഴുവൻ അവർക്ക് തന്നെ വായിക്കണമെങ്കിൽ മാസങ്ങളെടുക്കും എന്ന് പറഞ്ഞു. എന്നിട്ടും പ്രതിഷേധ രേഖ ഞങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. അന്ന് പ്രാദേശികമായി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് ആ ബ്ലൂ എക്കോണമി നയരേഖയുടെ അടിസ്ഥാനത്തിലുള്ള കടൽമണൽ ഖനനത്തിലേക്ക് പോവുകയാണ്. അതിൽ ആലപ്പുഴ, പൊന്നാനി, ചാവക്കാട്, കൊല്ലം വടക്ക്, കൊല്ലം തെക്ക് ഇത്തരം കേന്ദ്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 745 ദശലക്ഷം ടൺ നിർമ്മാണത്തിനുള്ള മണൽ ശേഖരിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീക്കം നടക്കുന്നത്. ഇതിനു മുമ്പ് അത്തരം പദ്ധതികൾ വന്നിട്ടുള്ളതാണ്. നൂറ്റാണ്ടുകളായി കടലിൽ ഉപ്പ് പിടിച്ച് കിടക്കുന്ന മണൽ കരയിലെത്തിച്ച് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളം എവിടെ നിന്നാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. മാത്രമല്ല, 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള തീരപ്രദേശം അത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അവകാശപ്പെട്ടതാണ്. അതിനപ്പുറത്തേക്കാണ് കേന്ദ്ര ഗവൺമെൻറ് പരിധി വരുന്നത്. ഈ 2 കേന്ദ്രത്തെ ഇതിനിടയിലാണ് തീരപരിപാലന വിജ്ഞാപനത്തിൻ്റെ പ്രഖ്യാപനവും ആ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായത്. ഇതിൻ്റെ എല്ലാം ലംഘനം എന്നുള്ള തരത്തിൽ കടൽമണൽ ഖനനത്തിലേക്ക് നീങ്ങിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശം ഗുജറാത്ത് പോലെയല്ല. കേരളത്തിൻ്റെ തീരപ്രദേശം മത്സ്യബന്ധന മേഖലയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ഒരു മത്സ്യത്തൊഴിലാളി മത്സ്യബന്ധനത്തിന് പോയാൽ അതുമായി ബന്ധപ്പെട്ട് 4 കുടുംബങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇടുക്കിയിലും പത്തനംതിട്ടയിലും കടലില്ലെങ്കിൽ പോലും അവിടെ വിൽപ്പന നടത്തുന്ന ആളുകൾ ഉൾപ്പെടെ അത്രയും വിപുലമായ മേഖലയാണ്. വളരെ കുറഞ്ഞ ചിലവിൽ ജനങ്ങൾക്ക് പോഷകാംശം നൽകുന്ന ഭക്ഷ്യസുരക്ഷയുടെ ഒരു മേഖല കൂടിയാണ്. എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതൊന്നും പരിഗണിക്കാതെ മണൽ ഖനനം എന്നുള്ള തരത്തിലേക്ക് പോയാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ മണൽ ഖനനം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച സുനാമി അതിൻ്റെ ഉറവിടം അവിടെയാണ്. അപ്പോൾ കടൽമണൽ ഖനനം പ്രത്യേകിച്ച് നമ്മുടെ തീരദേശവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് കള്ളക്കടൽ ചുഴലിക്കാറ്റുകളുടെ പ്രഖ്യാപനം, മത്സ്യബന്ധനം നിരോധിക്കുന്ന രീതി, ചില പ്രദേശങ്ങൾ രൂക്ഷമായ കടലാക്രമണം. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് തന്നെ വല്ലാതെ തീരദേശത്തെ ജനത ആശങ്കയിലാണ്. അതിനോടൊപ്പം കടൽമണൽ ഖനനം നടത്തുക എന്നുള്ളതിനോട് യോജിപ്പില്ല.
അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നീങ്ങിയാണ്. ഞങ്ങളിതുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ സംഘടനകളിലെ നേതാക്കൾ ആ സെമിനാറിൽ പങ്കാളികളാകുന്നുണ്ട്. ഒട്ടനേകം വിഷയങ്ങളുണ്ട്, എല്ലാത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മറ്റൊരു പ്രധാന വിഷയം വെമ്പനാട് കായലുമായി ബന്ധപ്പെട്ടതാണ്. ഈ മഹാപ്രളയത്തിൽ വൻതോതിൽ മണലും ചെളിയും വന്ന് അടിഞ്ഞ് വെമ്പനാട് കായലിൻ്റെ ജലസംഭരണ ശേഷി വൻതോതിൽ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ തീരപ്രദേശത്ത് മുമ്പ് വൃശ്ചിക വേലിയേറ്റം എന്നുള്ള തരത്തിൽ ഒരു ദിവസമൊക്കെയാണ് അത്തരത്തിൽ വെള്ളം പോകുന്നതെങ്കിൽ ഇപ്പോഴാണ്ട് എല്ലാ മാസവും ജനങ്ങൾക്ക് ആ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കായൽ ചെളിയും മണലും മഹാപ്രളയത്തിലുണ്ടായ അവശിഷ്ടങ്ങളുമെല്ലാം നീക്കം ചെയ്ത് ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ്. ഞങ്ങളതിനുവേണ്ടി നിരന്തരമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയുണ്ടായി. വെമ്പനാട് കായൽ അന്താരാഷ്ട്ര തലത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട കായലിൻ്റെ പട്ടികയിലുള്ളതാണ്. ഇറാനിലെ റംസാറിൽ ചേർന്ന സാർവദേശീയ കൺവെൻഷനിൽ സംരക്ഷിക്കപ്പെടേണ്ട കായലിൻ്റെ പട്ടികയിലാണ് വെമ്പനാട് കായലുള്ളത്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായൊരു അതോറിറ്റി ഉണ്ടാകണം. ഒറീസയിൽ അത്തരം ഒരു അതോറിറ്റി ഉണ്ടായതാണ്. അത്തരം അതോറിറ്റി വന്നുകൊണ്ട് ഇതിനെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. സമ്മേളനം അത്തരം ഉൾനാടൻ മേഖലയിലെ വിഷയങ്ങളും ചർച്ച ചെയ്യും. അതിനിടയിലാണ് സീപ്ലെയിൻ പദ്ധതി പ്രഖ്യാപിച്ചത്. സീപ്ലെയിൻ പദ്ധതി മത്സ്യബന്ധന മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ ഉപജീവനമാർഗം നടത്തുന്ന മേഖലയിൽ പാടില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് UDF ഗവൺമെൻറ് ഇരുന്നപ്പോഴും ഇപ്പോൾ LDF ഗവൺമെൻറ് ഇരിക്കുമ്പോഴും ഞങ്ങൾക്കുള്ളത്. എന്നാൽ അല്ലാതുള്ള മേഖലയിൽ ഇപ്പോൾ ഡാമുകളിൽ നിന്ന് എയർപോർട്ടിലേക്കോ എയർപോർട്ടിൽ നിന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കോ സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഞങ്ങളെതിരല്ല. പക്ഷേ മത്സ്യബന്ധന മേഖലയിൽ പാടില്ല എന്നുള്ള നിലപാടാണ്. ഗുജറാത്തിൽ പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്ത സീപ്ലെയിൻ പദ്ധതി 2 ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാരണം അത് ലാഭകരമല്ല എന്നുള്ളതുകൊണ്ട് അത് ഏറ്റെടുക്കാൻ കമ്പനികൾ തയ്യാറായില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലും ഒരു വർഷം മുഴുവൻ സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല. ഒരു വർഷത്തിൽ കാലാവസ്ഥയുടെ വ്യതിയാനമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് 6 മാസത്തിൽ കൂടുതൽ കഴിയില്ല. അങ്ങനെ വന്നാൽ ലാഭകരമായി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ അത് മറ്റ് മേഖലകളിൽ നടപ്പിലാക്കുന്നതിനെതിരല്ല. എന്നാൽ മത്സ്യബന്ധന മേഖലയിൽ അത് പാടില്ല എന്നുള്ള ഉറച്ച നിലപാട് നേരത്തെയും സ്വീകരിച്ചിരുന്നതാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് ആ നിലപാടാണുള്ളത്. വാട്ടർ ഡ്രോമുകൾ എന്നുള്ള തരത്തിൽ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഒരു കേന്ദ്രത്തിൽ കുറഞ്ഞത് ഒരു 750 ഏക്കറോളം വരുന്ന ജലാശയം വളച്ചു കെട്ടി. ഇതിനു മുമ്പ് 2013 ഞങ്ങൾ വേമ്പനാട് കായലിലെ അത്തരം സമരം സംഘടിപ്പിച്ചതാണ്. വാട്ടർ ഡ്രോമിൽ നിന്നാണ് സമരം ചെയ്തത്. അപ്പോൾ 750 ഏക്കറോളം വരുന്ന ജലാശയം വളച്ചു കെട്ടിയുള്ള സംവിധാനമാണ്. അപ്പോൾ അത് ഒരു 10-15 കേന്ദ്രങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ വല്ലാതെ ബാധിക്കും. ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുനമ്പത്തെ വിഷയം ഞങ്ങളവിടെ സന്ദർശനം നേരത്തെ നടത്തിയതാണ്. അവിടെ ജീവിക്കുന്ന ആളുകളുടെ അവകാശം സംരക്ഷിക്കപ്പെടണം എന്നുള്ള നിലപാട് ഫെഡറേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നു. കൂടുതൽ കാച്ചിങ് ഉണ്ടായാൽ, ഇപ്പോൾ ചെമ്മീനെല്ലാം കൂടുതൽ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ അതിന് വിലയില്ലാതെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാർഷിക മേഖലയിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നുള്ള ആവശ്യം ഉയരുന്നതിനോടൊപ്പം തന്നെ മത്സ്യമേഖലയിലും അതുണ്ടാകണം എന്നുള്ള ഡിമാൻഡ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കടലിൻ്റെയും കായലിൻ്റെയും മത്സ്യബന്ധന മേഖലയുടെ ഒന്നാമത്തെ അവകാശം മത്സ്യത്തൊഴിലാളികൾക്കായിരിക്കണം എന്നുള്ള പൊതു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അത്തരം വിഷയങ്ങളെല്ലാം 3 ദിവസം ചേരുന്ന സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും. എറണാകുളം ജില്ലയ്ക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ എല്ലാ മേഖലയിലെയും കേന്ദ്രമാണ്. കയറ്റുമതി, ശാസ്ത്ര കേന്ദ്രങ്ങൾ, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ, വലിയ ലാൻഡ് സെൻറ്ററും ഹാർബറുകളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ മത്സ്യബന്ധന മേഖല. അപ്പോൾ ആ മേഖല സ്തംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജനജീവിതത്തെ വല്ലാത്ത രൂപത്തിൽ അത് ബാധിക്കും, നമ്മുടെ സമ്പദ്ഘടനയും ബാധിക്കും. അപ്പോൾ അത്രയ്ക്കേറെ പ്രശ്നങ്ങളാണിപ്പോൾ കടലിലും കായലിലും ഇവിടെ ആദില സഖാവ് വിശദീകരിച്ച പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നത്തെ യോജിച്ചുകൊണ്ടുള്ള അജിറ്റേഷനിലൂടെ
പരിഹാരം കാണണമെന്നുള്ളിടത്താണ് AITC നിൽക്കുന്നത്. ഞങ്ങളതിനുവേണ്ടി ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന ഇടപെടൽ നടത്തുന്നുണ്ട്. യോജിച്ച പ്രക്ഷോഭം വേണമെന്നുള്ളത് ഇന്ന് എല്ലാ സംഘടനക്കാരും ഒരുപോലെ അംഗീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ആ നിലയിൽ ഒരു യോജിച്ച പ്രക്ഷോഭം ഈ മേഖലയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ നമ്മുടെ മേഖലയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ. സംസ്ഥാന ഗവൺമെൻറ് കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല ഇന്ന് ഈ മേഖല ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു നിശ്ചയദാർഢ്യം വേമ്പനാട്ട് കായൽ വിഷയമാണെങ്കിലും ആഴക്കടലിലെ ഖനനമാണെങ്കിലും തീരക്കടലിലെ മണൽ ഖനനവും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ നിർമ്മാണത്തിന് ആവശ്യമായ മണൽ കുഴിച്ചെടുക്കാനിപ്പോൾ ലൈസൻസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അത്രയും ഗൗരവമായ പ്രശ്നങ്ങളിലെല്ലാം മത്സ്യത്തൊഴിലാളികളുടെയും തീരത്തിൻ്റെയും താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ച് പോരുന്ന പ്രസ്ഥാനമാണ് AITC മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ. അപ്പോൾ അതുകൂടി വെച്ചുകൊണ്ട് ഈ സമ്മേളനം ഒരു പ്രാധാന്യത്തോടു കൂടി അതിൻ്റെ വാർത്തകളൊന്ന് റിപ്പോർട്ട് ചെയ്യണം. നമ്മളിതൊക്കെ ബന്ധപ്പെട്ടൊരു വിശദമായ പ്രമേയം തന്നെ സമ്മേളനത്തിൽ തയ്യാറാക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ സെമിനാർ TN പ്രതാപനും മുൻ ഫിഷറീസ് മന്ത്രി എസ് ശർമ്മയും ധീവരസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരനും ബോട്ട് ഉടമ സംഘത്തിൻ്റെ നേതാക്കന്മാരും എല്ലാവരും ഒരേ വേദിയിൽ അവരെല്ലാം കൊണ്ടുവരാൻ തീരുമാനിച്ച ഈ വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ സെമിനാറും നന്നായിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ 23-ാം തീയതി 3 മണിയാകുമ്പോൾ ഉണ്ടാകണം. 22-ാം തീയതിയാണ് പൊതുയോഗം റാലി. ഒരു 3000-ഓളം വരുന്ന തൊഴിലാളികൾ മിക്കവാറും എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളിലാണ് ആ റാലിയിൽ പങ്കെടുക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം അത് ഉദ്ഘാടനം ചെയ്യും. 23-ന് രാവിലെ പ്രതിനിധി സമ്മേളനം AITCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ എല്ലാവരും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പാണ് ഈ സമ്മേളനത്തിൽ രാഷ്ട്രീയത്തിനതീതമായി പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം മാധ്യമങ്ങളൊന്ന് പരിഗണിക്കണമെന്നുള്ള അഭിപ്രായം കൂടിയാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത്. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,